വെച്ച് ഞാനും മമ്മിയും കറി ഉണ്ടാക്കാൻ പോവാ. ഇതിന്റെ പേരറിയാവോ? മുരിയം. കറി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കിയാലോ? പച്ചമുളക്, വേപ്പല, തേങ്ങ, ഉള്ളി. കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ പച്ചമുളകും തേങ്ങാക്കൊത്തും പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ചെറിയ ഉള്ളി, അതേപോലെ തന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അധികം അരഞ്ഞു പോകണ്ട. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പാൻ വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിനാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഒപ്പം നമുക്ക് നമ്മൾ അടിച്ചെടുത്തിരിക്കുന്ന തേങ്ങാപ്പീരയുടെ ആ ഒരു കൂട്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങാപ്പൂ അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ആവി കയറ്റി ഇച്ചിരി അതൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ആവി കയറ്റിച്ചെടുക്കാം. ഈ മുരിങ്ങപ്പൂ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വളരെ പിള്ളേർക്ക് കൊടുക്കാനാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതേ നമ്മളിപ്പോൾ അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണ്. അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ അത് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയെല്ലാം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പിടിപ്പിച്ച് എടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് മൊരിച്ചെടുക്കുക. മൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. എല്ലാവരും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ.